സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം താനല്ല മുറിച്ചത് എന്നും പോലീസ് സത്യം വളച്ചൊടിച്ചെന്നുമുള്ള നിർണായക വെളിപ്പെടുത്തലുമായി പെൺകുട്ടി. ഇക്കാര്യങ്ങൾ വിശദീകരിച്ച ഗംഗേശാനന്ദയുടെ അഭിഭാഷകനെ പെൺകുട്ടി കത്തയച്ചു. ലൈംഗിക അതിക്രമത്തിനിടെയാണ് താൻ ജനനേന്ദ്രിയം മുറിച്ചത് എന്ന മൊഴി കെട്ടിച്ചമച്ചതാണ് എന്നും ഗംഗേശാനന്ദ തന്നെ ഒരിക്കലും പീഡിപ്പിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കുന്ന കത്ത് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കി. അതേസമയം തന്നെ സ്വാമി ഗംഗേശാനന്ദ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതുൾപ്പെടെ വ്യക്തമാക്കുന്ന 164 മൊഴിക്ക് വിരുദ്ധമാണ് പെൺകുട്ടിയുടെ കത്തിലൂടെ നടത്തിയിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തൽ. സുനിൽ അരുമാനൂർ മറ്റു വിവരങ്ങൾ നൽകും. സുനിൽ, ഈ പ്രതിഭാഗം അഭിഭാഷകന് പെൺകുട്ടി അയച്ച കത്ത് നേരത്തെ കോടതിയിലെത്തിയിരുന്നു. അതിന്റെ വിശദാംശങ്ങളും ഏറെക്കുറെ ഇങ്ങനെ തന്നെയായിരുന്നു. ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് ലിംഗം മുറിച്ചു മാറ്റിയത് പെൺകുട്ടിയാണ് എന്ന തരത്തിൽ വാർത്ത വന്നത് എന്നാണ് പെൺകുട്ടി പറഞ്ഞത്. എന്താണിപ്പോൾ പുതിയ വിവരം? അരുൺ, പെൺകുട്ടി പ്രതിഭാഗം അഭിഭാഷകനുമായി കത്തയച്ച ശേഷം സംസാരിച്ചതിൻ്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തുവിടാൻ നമ്മൾ തയ്യാറാവുന്നത്. ഈ ശബ്ദരേഖയിൽ പെൺകുട്ടി അഭിഭാഷകനോട് വളരെ വ്യക്തമായി കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. താൻ ഗംഗേശാനന്ദ സ്വാമിയുടെ ലിംഗം മുറിച്ചിട്ടില്ല എന്നുള്ള വസ്തുത ഫോണിൽ ആവർത്തിച്ച് അഭിഭാഷകൻ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവം ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യം കത്തിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. ഇക്കാര്യവും പെൺകുട്ടി ഫോൺ സംഭാഷണത്തിൽ സ്ഥിരീകരിക്കുകയാണ്. അതായത് ഈ അയ്യപ്പദാസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിനകത്ത് കാര്യങ്ങളെല്ലാം നടത്തിയത് എന്നുള്ള തരത്തിലാണ് പെൺകുട്ടി ഫോണിലൂടെ സംസാരിക്കുന്നത്. ഒരു നിമിഷം, ആ പെൺകുട്ടിയുടെ വാക്കുകൾ അതിലേക്ക് തന്നെ പോകാം. ആദ്യം what happened on that day, you tell me. First of all, let me know what actually truth parayana. Yeah, now like there is no part. Last day we mean truth allante parayanilla. Ade endha satyam endha what happened? എന്നോട് പറഞ്ഞത് ലൈക്ക് ഓൾറെഡി ഒരു 1 year ആയിട്ട് എന്നോട് ഇങ്ങനെ ഓരോ അഗൈൻസ്റ്റ് ഒക്കെ പറഞ്ഞോണ്ട് ഈ അച്ഛൻ്റെ അമ്മയുടെയും കാശ് ഇങ്ങനെ പോകുന്നത് കണ്ടില്ലേ, അങ്ങനെ ആര് പറയും? അയ്യപ്പദാസ് എന്ന് പറഞ്ഞ ആള് ഇങ്ങനെ കുറെ പറയുന്നുണ്ടായിരുന്നു. ഈ അയ്യപ്പദാസ് ആരാ? സ്വാമിയുടെ കുറച്ച് കാശായിട്ട് ഒരാൾ കാണാനില്ല എന്ന് പറയണ. അയ്യപ്പദാസും ഇത് നിങ്ങൾ ഇത് രശ്മിയായിട്ട് എങ്ങനെയാ കണക്ഷൻ പറ്റുന്നത്? ഇല്ല, ഞാൻ അവിടെ അയ്യപ്പദാസ് വെക്കുന്ന ഹോട്ടലിൽ കുറച്ച് ദിവസം ക്യാഷിൽ പോയി ഇരുന്നിട്ടൊക്കെയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു പരിചയമായിരുന്നു. ഓക്കെ, അപ്പൊ അയ്യപ്പദാസും കുട്ടിയും തമ്മിൽ അങ്ങനെ നല്ല അടുത്തോ? ഓക്കെ. ഡിഡ് യു ഹാവ് സെക്സ് വിത്ത് ഹിം? സോറി സർ, അയാളോട്ട് സെക്സ് ചെയ്തോ? നോ സർ. ഇല്ല. ഓക്കെ. പിന്നെ എങ്ങനെ നിങ്ങൾ തമ്മിൽ അടുത്തു എന്ന് പറയുന്നത്? റിലേഷൻ അല്ലാണ്ട് ഒരു റിലേഷൻ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്താ ലവ് റിലേഷൻ ആണോ അതോ ജസ്റ്റ് ഫ്രണ്ട് ആണോ? പക്ഷെ അങ്ങനെയല്ല, ഒരു ലവ് റിലേഷൻ ആണെങ്കിലും ഈ റീസൺ തെറ്റില്ലായിരുന്നു. എന്ന് വെച്ചാൽ സ്വാമി കണ്ടോ ഇങ്ങനെയൊക്കെ അങ്ങനെയായിരുന്നു ഒരു സ്റ്റാർട്ടിങ്. അല്ലാണ്ട് ഒരു പേഴ്സണാലിറ്റി അങ്ങനെയൊന്നും അല്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസും സാഹചര്യം പറഞ്ഞൊരു ആയിക്കോട്ടെ. അതെ, നിങ്ങൾ തമ്മിൽ ഒരു അഫെയർ ആയി അപ്പം അല്ലേ? അഫെയർ ആയിരുന്നു. യു വാണ്ടഡ് ടു മാരി ഹിം? I wanted to, but I was not sure of it. മനസ്സിലായി. Anyway, I was proceeding like that. Okay. Yeah. So അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു it all started. മെയിൻ ഞങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ, കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ലൈക്ക് ഈ വീട്ടിലുള്ള ഓരോ ലൈക്ക് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഇത്രയും വർഷമായിട്ട് അറിയാലോ. അപ്പൊ സ്വാമി ഓരോന്ന് ചെയ്തെങ്കിലും ഒന്നും സക്സസ് ഒന്നും അല്ല. അപ്പം വീട്ടിൽ കുറെ കൂടി സിറ്റുവേഷൻസും പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു ഗ്രഡ്ജ് തോന്നുമല്ലോ അപ്പോഴെങ്കിലും. ഇല്ല, സ്വാമി നിങ്ങൾ ഒരുപാട് ഫൈനാൻഷ്യലായിട്ട് ചീറ്റ് ചെയ്തോ? അങ്ങനെ ചീറ്റിംഗ് ഒന്നുമില്ല. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് സഹായിക്കുക, അല്ലാണ്ട് ചീറ്റിംഗ് ഒന്നുമില്ല. ഓക്കെ. അല്ല, പോലീസ് പറയുന്നത് ഏതാണ്ട് ഒരു 40 lakhs നിങ്ങൾ ചീറ്റ് ചെയ്തു എന്ന് പറയുന്നു. നോ നത്തിങ് ഓഫ് ദാറ്റ്. അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ സഹായിച്ചു, അല്ലാണ്ട് ഒന്നും ആവശ്യപ്പെട്ട് അങ്ങനെയൊന്നും അല്ല. ലൈക്ക് ഡിമാൻഡ് എനിത്തിങ്. നമ്മൾ ഓരോ സിറ്റുവേഷൻ അറിഞ്ഞ് ഞങ്ങൾ സഹായിച്ചതാ. ഞങ്ങളുടെ ഫാമിലിയിലെ ഇപ്പം എന്റെ അച്ഛൻ ഒരു ഹെഡ് ഓഫ് ദ ഫാമിലി അല്ല, ഞങ്ങളുടെ വീട്ടിലെ കാരണവരെ പോലെ എല്ലാം ഡിസൈഡ് ചെയ്യുന്നതും അങ്ങനത്തെ ഒരു മോഡലാണ്. കാര്യം എന്റെ അച്ഛനെ പോലെ ഡിസൈഡിങ്. ഈസ് നോട്ട് ഏർണിംഗ് ബട്ട് ഈസ് ദ ഡിസിഷൻ മേക്കർ. അതിന് മനസ്സിലെ കുഴപ്പവും തോന്നിയില്ല. കാര്യം അച്ഛനെക്കാട്ടി ഒരാൾ കേപ്പബിൾ ആയിട്ടൊന്നും ഞങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ പോലീസ് പറയുന്നുണ്ടല്ലോ ഈ സ്വാമിയും നിങ്ങളുടെ അമ്മയുമായിട്ട് ഇത് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുള്ളൂ. അത് സത്യമല്ലോ ഉണ്ടോ? അങ്ങനെയൊന്നും അല്ല. കാര്യം ബിക്കോസ് അവര് പറയുന്ന വെച്ചാൽ അയ്യപ്പദാസ് ലൈക്ക് ഹീ സോ സംതിങ് ബിറ്റ്വീൻ അമ്മ ആൻഡ് സ്വാമി.
and they were asking, did you see? So I didn't see. And then they were asking, did you have any doubt or anything of that? I said no, because ഞങ്ങൾ എല്ലാവരുമായിട്ടും ഭയങ്കര നല്ലതായിട്ട് ഇപ്പം അല്ല അതല്ല ഈ സ്വാമിയും അമ്മയുമായിട്ട് ഇങ്ങനെ സെക്സ്വൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുന്നത് വെറുതെ നോ നത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്. അങ്ങനെ ഇല്ല. ഇല്ല. കാര്യം എന്ന് പറയുന്നത് ഞാനും അനുവും അച്ഛനും ഒക്കെ അച്ഛൻ ഓഫീസിലും ഞങ്ങൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്വാമി അമ്മയായിട്ട് ഒറ്റയ്ക്ക് പോലും ഇരിക്കാമല്ലോ. വേറെ ആർക്കുള്ള ഒരു മാമിയെ പോലും വീട്ടിൽ വിളിച്ചിരിക്കും. ഞങ്ങൾ ആരെയും വരുന്നവരെ. കാര്യം താരയും ഞാനും അല്ലേ ഉള്ളൂ. അങ്ങനെ സ്വാമി അല്ലാതെ ഒറ്റയ്ക്ക്. അതുപോട്ടെ ഈ കുട്ടി അപ്പം ഈ രേഷ്മയായിട്ട് സ്വാമിക്ക് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ? ഹലോ. യെസ് സർ, നോട്ട് അങ്ങനെ ഒന്നും പറയാനില്ല ശരിക്കും പറഞ്ഞാൽ. സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു. നോ, just a kind of caring or. അത് മനസ്സിലായി. അതൊരു ഫാദർ. അതപ്പം അപ്പൊ രേഷ്മയും സ്വാമിയുമായിട്ട് ഒരു ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ്, ഐ മീൻ ഫാദർ ഡോട്ടർ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരുന്നു. Yeah, more than that. അത്രേ ഉള്ളൂ. Okay. അപ്പം it is not sex. No, nothing of that sort. Okay. അപ്പൊ ഈ പോലീസുകാർ പറയുന്നതോ നിങ്ങളും സ്വാമി നിങ്ങളെ വളരെ കൊച്ചു പ്രായത്തിൽ തന്നെ മൊളസ്റ്റ് ചെയ്തു, റേപ്പ് ചെയ്തു? No, അത് ശരിക്കും പറഞ്ഞാൽ it was kind of a cooked up, because I said 17th ആണെങ്കിലും എന്നൊന്ന് ടച്ച്. അപ്പൊ അവര് പറഞ്ഞു they were the people who had asked me like നമുക്ക് പോസ്കോ ഒക്കെ കൊണ്ടുവരണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ലൈക്ക് 16 years അങ്ങനെയൊക്കെ പറഞ്ഞു. ദേ വാണ്ടഡ് ഇറ്റ് ടു ബി മോർ സീരിയസ്. അങ്ങനെയൊക്കെ പലതും. അതുകൊണ്ട് സാറിന് അറിയാം, ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളപ്പം അവര് ഡേറ്റ് സ്പെസിഫൈ ചെയ്യാൻ പറഞ്ഞപ്പോ പോലും എനിക്ക് അതൊരു സ്പെസിഫിക് ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല അതിനകത്ത് അപ്പം കുട്ടി പോലീസിൽ കൊടുത്ത മൊഴിയുണ്ടല്ലോ, കുട്ടി പോലീസിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു നോക്കി. ആ സ്റ്റേറ്റ്മെന്റിനകത്ത് പറയുന്നുണ്ട് ഈ സ്വാമി ഇതുപോലെ നഗ്നയായിട്ട് കുട്ടിയെ നഗ്നയായിട്ട് മടി കിടക്കണമെന്നൊക്കെ പറയുന്നൊക്കെ അതൊക്കെ കള്ളമല്ലേ? അത് സത്യമാണോ? അതിലോ അല്ല അങ്ങനെയൊന്നുമില്ല. കള്ളം പറയുന്ന. ഓക്കെ. അതെ. അതുപോലെ 17 വയസ്സെന്തോ ആയ സമയത്ത് കുട്ടിയെ ഇതുപോലെ പിടിച്ച് ഇങ്ങനെ കിടത്തിയെന്നും ഒരു ദിവസം സ്വാമി ഇതുപോലെ കുട്ടിയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നും ഒക്കെ പറയുന്നത് സത്യമാണോ? സത്യമാണോ അത്? അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊന്നും അല്ല, സത്യമാണോ അത്? ഐ ജസ്റ്റ് വാണ്ട് ടു നോ, ഇസ് ഇറ്റ് ട്രൂ? ഇസ് ഇറ്റ് ട്രൂ? Yeah, it's not like still like as I'm being truthful and frank to you, I didn't have any kind of sexual relation. Okay. പിന്നെ ഈ പെർട്ടിക്കുലർ ഡേയില് സ്വാമി കുട്ടിയെ മുറിയിൽ നിന്ന് ബലമായിട്ട് വിളിച്ചോണ്ട് വന്നു എന്ന് പറയുന്നു, കഴുത്തി കുത്തി പിടിച്ച് വിളിച്ചോണ്ട് വന്നു പറയുന്നു. അത് സത്യമാണോ? No sir, it's not like that. അല്ല, കഴുത്തി കുത്തി വിളിച്ചോണ്ട് വന്നിട്ട് സ്വാമി ഒരു കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു. അത് സത്യമാണോ? അല്ല. പിന്നെ ഭീഷണിപ്പെടുത്തി അതെ, അതേപോലെ വിളിച്ചോണ്ട് വന്നിട്ട് സ്വാമിയുടെ സെക്ഷൽ ഓർഗൻ എടുത്തിട്ട് ഹി ട്രൈ ടു പുട്ട് ഇറ്റ് ഇൻ യുവർ മൗത്ത് എന്ന് പറയുന്നത് സത്യമാണോ? മെഡിക്കൽ എക്സാമിനേഷനിൽ നെഗറ്റീവ് ആണല്ലോ. അല്ല, അതല്ല ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ അത് സത്യമാണോ? ഇസ് ഇറ്റ് ട്രൂ? അല്ല, അതുപോലെ സ്വാമിക്ക് ഇത് അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമില്ല. യെസ്, നിർണായകമായ വെളിപ്പെടുത്തലാണ് കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. സുനിൽ, ഇത് ഈ പ്രതിഭാഗം അഭിഭാഷകൻ, അതായത് സ്വാമിയുടെ അഭിഭാഷകൻ അജിത് കുമാറിന്, ശാസ്ത്രമംഗലം അജിത് കുമാറിനാണ് ആദ്യം ഈ കത്ത് വന്നത്. അജിത് കുമാർ തന്നെയാണോ ഈ പെൺകുട്ടിയുമായി സംസാരിക്കുന്നതും? എന്താണ് ഈ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ഇതിനപ്പുറം? അരുണ, കത്തിനകത്ത് ഇക്കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ പെൺകുട്ടി രജിസ്റ്റേർഡ് പോസ്റ്റിൽ ഈ കത്ത് പ്രതിഭാഗം അഭിഭാഷകനായ ശാസ്ത്രമംഗലം അജിത് കുമാറിന് കത്ത് അയച്ചിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷമാണ് ഈ കത്ത് ലഭിച്ചു. അത് ഇന്നലെ തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന കാര്യമാണ്. അതിനുശേഷം പെൺകുട്ടി തന്നെ ഇങ്ങോട്ട് ശാസ്ത്രമംഗലം അജിത്തുമായി സംസാരിക്കുകയായിരുന്നു. അങ്ങനെ അജിത്താണ് ഈ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമ്മൾ ഈ മറുപടിയായി പെൺകുട്ടി പറയുന്നതും അജിത്തിൻ്റെ ഓരോരോ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ശബ്ദരേഖയിലൂടെ കേട്ടത്. അതിനകത്ത് തന്നെ പെൺകുട്ടി വളരെ വ്യക്തമായി പറയുന്നു, സ്വാമിയുമായി യാതൊരു തരത്തിലുള്ള ലൈംഗിക ബന്ധവും പെൺകുട്ടി പുലർത്തിയിരുന്നില്ല, പെൺകുട്ടിയെ യാതൊരു തരത്തിലും ലൈംഗികമായി സ്വാമി ഉപയോഗിച്ചിരുന്നില്ല എന്ന് പെൺകുട്ടി തന്നെ സമ്മതിക്കുന്നു. ഒന്ന്. രണ്ട്, ഇതിനകത്ത് അമ്മയുമായിട്ടുള്ള സെക്സ്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള പ്രചരണം നടന്നു. അത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. അച്ഛനും മകളുമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് സ്വാമിയുമായി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പെൺകുട്ടി പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു ഈ സ്വാമി ഗംഗേശാനന്ദ ലക്ഷക്കണക്കിന് രൂപ ഈ കുടുംബത്തിൽ നിന്ന് തട്ടിയെടുത്തു എന്നുള്ള രീതിയിലൊരു ചീറ്റിംഗ് കേസ് പോലീസിൽ നിൽക്കുന്നുണ്ട്. ഇത്
കള്ളമാണ്. സ്വാമി കുടുംബത്തെ സഹായിച്ചിട്ടേ ഉള്ളൂ എന്നാണ് പെൺകുട്ടി തുറന്നു പറയുന്നത്. യാതൊരു തരത്തിലും ചീറ്റിംഗ് ഒന്നും നടത്തിയിട്ടില്ല. ഒരു കാരണവരെ പോലെ ഈ കുടുംബവുമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ സ്വാമി എന്നുള്ളതാണ്. ഇതിനകത്ത് അയ്യപ്പദാസാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചത്, ഗൂഢാലോചന നടത്തിയത് എന്നാണ് പറയുന്നത്. ഈ സംഭവം നടന്ന ദിവസം നമ്മൾ ആ ശകലം വെച്ച് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന കാര്യം ഇതാണ്. അയ്യപ്പദാസ് ആണ് ഇതിനകത്തുണ്ടായിരുന്നത്. സ്വാമിയുടെ ലിംഗം ഛേദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗൂഢാലോചന നടത്തിയിരുന്നു, തന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അതിന് തനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. സ്വാമി മയങ്ങുന്ന സമയത്താണ് സ്വാമിയുടെ റൂമിലേക്ക് കയറിയതെന്നും ഈ ഒരു പ്രക്രിയ നടത്തിയതെന്നും അത് അയ്യപ്പദാസും 2 കൂട്ടാളികളും കൂടെ ചേർന്നാണ് നടത്തിയത്. ആ സമയത്ത് താൻ വെളിയിലേക്ക് ഇറങ്ങി ഓടിയെന്നുമാണ് പെൺകുട്ടി പറയുന്നത്. അതുപോലെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പിന്നെ ഉണ്ടായിട്ടുള്ള സംഭവം, പോലീസിനെ അറിയിച്ചത് മുതലുള്ള സംഭവമെല്ലാം പുറത്തു വന്നതെല്ലാം പോലീസ് തന്നെ കെട്ടിച്ചമച്ച കഥയാണ്. ഈ പോസ്കോ പ്രകാരം കേസെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നേരത്തെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ള തരത്തിൽ പറഞ്ഞത്. അതും പെൺകുട്ടി നിഷേധിച്ചിട്ടുണ്ട്. വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്നുള്ള വാദഗതിയും പെൺകുട്ടി തന്നെ ഇപ്പോൾ നിഷേധിക്കുകയാണ്. ഇത്തരത്തിലാണ് പെൺകുട്ടിയുടെ സംഭാഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്.